ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ട്രെൻഡിംഗ് ആയത് വീഡിയോകളാണെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്രെൻഡിംഗ് കാൽമാറ്റ രാഷ്ട്രീയമാണ്. പണ്ട് ഹരിയാനയിലെ ആയാറാം ഗായാറാം എന്നുള്ള രാഷ്ട്രീയ കളികൾ ഇന്ന് കേരളത്തിലും പ്രചാരത്തിലായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഹിറ്റടിച്ചിരിക്കുന്നത് വർക്കലയിൽ നിന്നുള്ള സ്മിതയാണ്. വർക്കലയിലെ മുതിർന്ന പാർട്ടി നേതാവും CPM മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായ സുന്ദരേഷിന്റെ മകളാണ് സ്മിത. പാർട്ടി സ്ഥാനമാനങ്ങൾ വാരിക്കോരി കൊടുത്തിരുന്നുവെങ്കിലും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകാത്തതിലുള്ള അതൃപ്തിയാണ് സ്മിതയെ കാവിപ്പാളയത്തിലെത്തിച്ചത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒറ്റ ദിവസം ബാക്കി നിൽക്കെയാണ് സ്മിതയുടെ ഈ അപ്രതീക്ഷിത നീക്കം. BDJSന്റെ സീറ്റ് ഏറ്റെടുത്തുകൊണ്ടാണ് BJP രാഷ്ട്രീയ അട്ടിമറി വർക്കലയിൽ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇതാദ്യമായാണ് BJPക്ക് വർക്കലയിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവുന്നത്. എന്തുതന്നെയായാലും ഈ അപ്രതീക്ഷിത നീക്കത്തിന്റെ ഞെട്ടലിലാണ് വർക്കലയിലെ CPM നേതൃത്വം. സത്യത്തിൽ അത്രയ്ക്കങ്ങ് ഞെട്ടേണ്ട കാര്യമുണ്ടോ CPMന്? യഥാർത്ഥത്തിൽ കൂറുമാറ്റ കാലുമാറ്റ രാഷ്ട്രീയ രീതികൾ കേരളത്തിൽ അത്ര കണ്ടു പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നു മാത്രം. CPMൽ നിന്ന് CPIയിലേക്കും CPIയിൽ നിന്ന് CPMയിലേക്കുമുള്ള ജനസമ്മതിപ്രദമായ കൂറുമാറ്റ രീതികൾ മുൻപും കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. ആശയപരമായ ഭിന്നതകളെ മാറ്റി നിർത്തിക്കൊണ്ട് ദീപസ്തംഭം മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം എന്ന മട്ടിലാണ് ഇപ്പോഴത്തെ കൂറുമാറ്റ രീതികൾ കേരള രാഷ്ട്രീയത്തെ അടക്കി ഭരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരത്തിലുള്ള കൂറുമാറ്റ രീതികൾ കേരള രാഷ്ട്രീയത്തെ തന്നെ ആകെ തകിടം മറിച്ചിരിക്കുകയാണ്. 1.5 വർഷം മുൻപ് UDF വിട്ട് CPMയിലേക്ക് ചേക്കേറിയ ഡോക്ടർ P. സരിനാണ് ഈ ജെൻസി കാലഘട്ടത്തിൽ കാലുമാറ്റ കൂറുമാറ്റ രീതികൾക്ക് തുടക്കം കുറിച്ചത്. ഒടുവിൽ മുതിർന്ന CPM നേതാവായ G. സുധാകരനാകട്ടെ പാർട്ടിയേക്കാൾ തനിക്ക് വലുത് സ്ഥാനാർത്ഥിത്വമാണെന്ന മട്ടിൽ UDF സ്ഥാനാർത്ഥിയായ കാഴ്ചയും അമ്പലപ്പുഴയിൽ നാം കണ്ടു. 3 തവണ കൊട്ടാരക്കരയിൽ CPM MLA ആയിരുന്ന ആയിഷ പോറ്റി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരു മുഴം നീട്ടിയെറിഞ്ഞ് UDFലെത്തി. ഇപ്പോൾ കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. കൊട്ടാരക്കരയിലെ മുൻ UDF സ്ഥാനാർത്ഥിയായിരുന്ന R. രശ്മി ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥി പഴയത് തന്നെ, ജസ്റ്റ് ആ പാർട്ടിയും ചിഹ്നവും മാത്രമേ മാറിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്ത ഗതികേടിലാണ് വോട്ടർമാർ. VS അച്യുതാനന്ദന്റെ വലം കൈയായിരുന്ന A. സുരേഷ് ഇപ്പോൾ UDFലാണ്. മലമ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന് കേൾക്കുന്നു. CPM നേതാവായിരുന്ന PK ശശിയെ എത്രമാത്രം ചീത്ത വിളിച്ചിട്ടുണ്ടെന്ന് കോൺഗ്രസുകാർ മറന്നു കഴിഞ്ഞു. ഒറ്റപ്പാലത്ത് UDF സ്വതന്ത്രനാകാൻ ശശിയേക്കാൾ യോഗ്യൻ ആരുണ്ടെന്നാണ് കോൺഗ്രസുകാരുടെ ചോദ്യം. CPM മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനും ജില്ലാ കമ്മിറ്റി അംഗം B. കുഞ്ഞികൃഷ്ണനും എതിർചേരിയിലേക്ക് കാലുമാറി യഥാക്രമം തളിപ്പറമ്പിലും പയ്യന്നൂരിലും UDF പിന്തുണയോടെ മത്സര രംഗത്ത് സജീവമാണ്. പേയ്മെന്റ് സീറ്റ് വിവാദത്തിൽപ്പെട്ട് CPI പുറത്താക്കിയ നാട്ടിക MLA CC മുകുന്ദൻ ഇപ്പോൾ കാവിപ്പാളയത്തിലാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ കാലുമാറ്റങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. മതിയായി ഈ MLA, മാറ്റം കൊണ്ടുവരും NDA എന്ന ഫ്ലക്സ് ബോർഡിന് താഴെ CC മുകുന്ദൻ വോട്ട് ചോദിക്കുമ്പോൾ കൺഫ്യൂഷനിലായത് വോട്ടർമാരാണ്. മാറ്റുമെന്ന് പറഞ്ഞ MLA അല്ലേ BJP സ്ഥാനാർത്ഥിയാക്കിയത്? പാർട്ടി മാറിയാൽ MLA നല്ലതാകുമെന്നാണ് BJP ഉദ്ദേശിച്ചതെന്ന് വേണമെങ്കിൽ സമാധാനിക്കാം വോട്ടർമാർക്ക്. ദേവികുളത്ത് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുൻ CPM നേതാവ് S. രാജേന്ദ്രനാണ്. വൈക്കം CPI നേതാവ് K. അജിത് ആദ്യം കോൺഗ്രസിലേക്കും പിന്നെ BJPയിലേക്കും ചാടി. ഇപ്പോൾ വൈക്കത്തെ BJP സ്ഥാനാർത്ഥിയാണ്. ചിറയൻകീഴ് NDA സ്ഥാനാർത്ഥി BS അനൂപാകട്ടെ മുൻ കോൺഗ്രസ് നേതാവാണ്. ആശയപരമായ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ പാർട്ടി വിട്ടവരെ പോലും വർഗവഞ്ചകനെന്ന് വിളിച്ചിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ ഭിന്നമായി സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും പണത്തിനുമായി രാഷ്ട്രീയ കൂറുമാറ്റങ്ങൾ സംഭവിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ. കോടിക്കണക്കിന് രൂപ ഇറക്കി മറ്റു സംസ്ഥാനങ്ങളിൽ BJP പയറ്റിത്തെളിഞ്ഞ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിലും ട്രെൻഡിംഗ് ആയിട്ടുള്ളത്. ഏപ്രിൽ 9 ജനവിധി എഴുതിയുമ്പോൾ നമുക്കറിയാം ഈ കാലുമാറ്റ രാഷ്ട്രീയത്തിന് കൃത്യമായ മറുപടി ജനങ്ങൾ നൽകുമെന്നുറപ്പാണ്. ഏപ്രിൽ 9 ജനം വിധി എഴുതുമ്പോൾ അറിയാം ഇവർക്കുള്ള മറുപടി. അതുവരെ കളികൾ തുടരും.